നമസ്കാരം. ഞാനൊരു സങ്കടം നിങ്ങളോട് പങ്കുവെക്കാമെന്ന് വെച്ചിട്ടാണ് വന്നത്. ഈ അഖിൽമാരാരുടെ ദുരന്തം കണ്ടിട്ട് ആർക്കാണ് സങ്കടം വരാതിരിക്കുക? എന്തെന്ന് മൂപ്പരവസ്ഥ. ജീവിതം കട്ടപ്പുകയായി കിടക്കുകയാണ്. ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയൊക്കെയായി വിജയിച്ച് മുന്നോട്ട് വരാൻ വേണ്ടി മൂപ്പര് ഈ ജീവിതം മുഴുവൻ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് 2020 സ്ഥാനാർത്ഥിയായി തോറ്റു എന്നുള്ളത് ശരി തന്നെയാണ്. തോറ്റതിന് ശേഷം മൂപ്പർ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം കിട്ടണ്ടേ? ഒന്നും കിട്ടാതെ 2020 കൈയൊഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും എന്നൊക്കെ പറഞ്ഞ് കുറേ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവിട്ടു. എന്തവസ്ഥ! എന്നിട്ട് മൂപ്പരാകെ നാണവും മാനവും കെട്ട് ഇങ്ങനെ നടക്കുകയാണ്. മൂപ്പരുടെ ജീവിതം ഇതുപോലെ കട്ടപ്പുകയാക്കിയ 2020 സാബു ജേക്കബേ നിങ്ങൾക്ക് ഞാൻ ശാപം വെക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരങ്ങ് ഫേസ്ബുക്കിലും പുറത്തും ചാനലുകളോടൊക്കെ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. മൂപ്പർക്ക് ഉള്ള പരിപാടിയും പോയി, കിട്ടാൻ ഇടയുണ്ടായിരുന്ന പരിപാടിയും പോയി, കിട്ടിയതൊക്കെ പോയി, ഫോളോവേഴ്സ് പോയി, ആകെപ്പാടെ ഇങ്ങനെ ദുരന്താത്മകമായി ഇരിക്കുകയാണ്. ഇങ്ങനെ ഒരു ദുരന്ത നാടകം നമ്മൾ പാശ്ചാത്യ സാഹിത്യത്തിൽ പോലും കണ്ടിട്ടില്ല. അത്രമാത്രം ദുരന്തമാണ്. ഒഡീസിയസിൻ്റെ കഥയൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഒഡീസി സിനിമയൊക്കെ കണ്ടിട്ട് ഇപ്പം വീണ്ടും നമ്മൾ ഒഡീസിയുടെ ദുരന്തമൊക്കെ വീണ്ടും ചർച്ച ചെയ്യുന്ന ഘട്ടമാണ്. അമ്മാതിരി ദുരന്തമായിപ്പോയി. പറഞ്ഞാൽ എവിടെ ചെന്നാലും ഇപ്പോൾ കാണുന്നു. കഴിഞ്ഞ ദിവസം വൈറ്റ് ഗോൾഡിൻ്റെ ഓണർ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത് അഖിലിന് മോണിറ്ററി ബെനിഫിറ്റ് കിട്ടിയെന്ന് കണ്ടിട്ടായിരിക്കും. ഞങ്ങളൊക്കെ വിചാരിച്ചു അഖിലിൻ്റെ ഒരു 4-5 കോടി രൂപ കിട്ടി കാണും. അതുകൊണ്ടാണ് അഖിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. കോൺഫിഡൻറ്റ് റോയ് സാറിൻ്റെ ബ്രദറും ഈ വൈറ്റ് ഗോൾഡിൻ്റെ വേറൊരു കക്ഷി, ഇവരും പുള്ളി ഇതേ അഭിപ്രായം. ഇന്ന് എയർപോർട്ടിലെ സ്പീഡ് വിങ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഓണർ സനിലുണ്ട്. പുള്ളി എൻ്റെ അടുത്ത് ഇതേ ചോദ്യം എന്നാ ചോദിച്ചത്, എന്തിനാണ് പാർട്ടി വിട്ടത്? പൈസ വല്ലതും കിട്ടിയിട്ടാണോ വിട്ടത്? ഇത് മറ്റൊരു രീതിയിൽ നെഗറ്റീവ്. അതായത് എവിടെ ചെന്നാലും പൈസ കിട്ടിയത് കൊണ്ടാണ് പാർട്ടി വിറ്റത്. അഖിൽമാരാരുടെ ആ ജീവിതത്തിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കടന്നു പോകുന്നത്. ആരാണ് അഖിൽമാരാർ? അഖിൽമാരാർ പഴയ കാലത്ത് ജീവിതത്തിൽ വലിയ പ്രവർത്തനങ്ങൾ ചെയ്ത് ഭാവിയിൽ, അതായത് ഇനി വരാൻ പോകുന്ന നാളുകളിൽ അദ്ദേഹത്തിൻ്റെ ഭാവി ഭദ്രമാക്കും വിധം മിനിമം കേരളത്തിലൊരു മുഖ്യമന്ത്രിയെങ്കിലും ആകുമെന്ന് വിചാരിച്ച് ചെറുപ്പകാലത്തെ പ്രവർത്തനം തുടങ്ങിയ ഒരു മഹാനായ ബാലനായിരുന്നു. ആ ബാല്യകാലം കഴിഞ്ഞ് മൂപ്പര് RSS ഒക്കെ ആയിട്ട്, ഹിന്ദുത്വ സംഘടനകളൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിരുന്നതാണത്രേ. എന്നിട്ട് മൂപ്പര് അതിൽ ലേശം മതേതരത്വം കുറവാണെന്ന് വിചാരിച്ചിട്ട് മൂപ്പര് പിന്നീട് കോൺഗ്രസ്സിലേക്ക് മാറുകയാണ്. അങ്ങനെ മതേതരത്വത്തെ മാത്രമേ പ്രശ്നമുള്ളൂ കേട്ടോ. BJPയിൽ മതേതരത്വം മാത്രമേ പ്രശ്നമുള്ളൂ, ബാക്കി എല്ലാം ഓക്കെയാണ്. വികസന രാഷ്ട്രീയം, നരേന്ദ്രമോദിയുടെ പരിപാടികൾ ഒക്കെ മൂപ്പർക്ക് ഇഷ്ടമാണ്. പക്ഷേ ഈ മതേതരത്വം ലേശം കുറവാണ്. അതുകൊണ്ട് ഈ പൊതുധാരയിൽ പോകുമ്പോൾ അതിൻ്റെ ഒരു സ്വീകാര്യത കിട്ടുന്നില്ല. അപ്പോൾ ഏതാണ് നല്ലതെന്ന് വെച്ചിട്ട് മൂപ്പര് മെല്ലെ കോൺഗ്രസ്സിനൊപ്പം ചേരാനുള്ള ശ്രമം നടത്തി. മാത്രമല്ല ഈ BJPക്ക് ഈ മതേതര രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ഈ ഡാമേജ്, അവരൊരു ഫാസിസ്റ്റ് പാർട്ടിയാണ്, വർഗീയ പാർട്ടിയാണ് എന്നൊക്കെയുള്ള ഈ ദുഷ്പേരുണ്ടാക്കിയ കമ്മികളോട് എന്നാണ് മൂപ്പര് പറയുക. കമ്മികളോട് മൂപ്പർക്ക് തീർത്താൽ തീരാത്ത പകയുമാണ്. അതൊക്കെ ഇവരുണ്ടാക്കിയതാണെന്നാണ് പറയുന്നത്. അതിൻ്റെ പേരിലുള്ള നറേറ്റീവിൽ കുടുങ്ങിയിട്ടാണ് എനിക്ക് BJPയിൽ ക്ലച്ച് പിടിക്കാൻ കഴിയാതെ പോയത്. അതിൻ്റെ പക മൂപ്പരുടെ മനസ്സിലെപ്പോഴും ഉണ്ട്. അതിനനുസരിച്ച് മൂപ്പര് നിരന്തരം പറയാറുണ്ട് അതൊക്കെ ഉണ്ടാക്കിയത് അവരാണ്, അതിൽ കോൺഗ്രസ് വീഴാൻ പാടില്ല. അങ്ങനെ മൂപ്പര് കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം കൊടുക്കാതിരുന്നപ്പോൾ നാട്ടിൽ മൂപ്പര് ഒറ്റക്ക് സ്വതന്ത്രനായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. കുറച്ച് വോട്ടൊക്കെ മൂപ്പർക്ക് കിട്ടി. ആ വോട്ടിൻ്റെ ബലത്തിൽ നിയമസഭയിലും കോൺഗ്രസ് ഭാവിയിൽ സീറ്റ് തരും എന്നൊക്കെ വിചാരിച്ചു. അതിനിടയിൽ മൂപ്പരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുണ്ടായി. അങ്ങനെ മൂപ്പര് നമ്മുടെ ബിഗ് ബോസിൽ പോയിട്ട് വിന്നറായി. അതോടുകൂടി ഒരു മുഖ്യമന്ത്രി ആകുന്ന ഘട്ടത്തിലേക്കുള്ള, മിനിമം മുഖ്യമന്ത്രി ആകാനുള്ള ഘട്ടത്തിലേക്കുള്ള അതിലും മിനിമം ആയൊരു കാര്യം മൂപ്പര് നേടിയെടുത്തു. ബിഗ് ബോസിൽ വിന്നറായാൽ മിനിമം എന്താവണമെന്ന് മൂപ്പർക്ക് ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ ജീവിതം തകർന്നു പോകും എന്ന് മൂപ്പര് ഉറപ്പിച്ചു. അങ്ങനെയാണ് കൊട്ടാരക്കരയിൽ മത്സരിക്കണമെന്ന ആഗ്രഹത്തോടെ മൂപ്പര് അവിടെ സ്ഥാനാർത്ഥിത്വം മോഹിച്ച് കോൺഗ്രസിനൊപ്പം നടന്നത്. എന്നാൽ എന്ത് ചെയ്യാനാണ്, കോൺഗ്രസിനൊപ്പം നടന്ന് കഴിഞ്ഞ 5 വർഷം വേണ്ട രീതിയിൽ മൂപ്പര് പറഞ്ഞു പിണറായി വിജയനെ ചീത്ത വിളിക്കുക എന്നുള്ളതാണല്ലോ ഒരു പരിപാടി. അത് മാക്സിമം നടത്തി. എല്ലാ തരത്തിലും ഓരോ ദിവസവും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടും പ്രശ്നങ്ങളിൽ ഇടപെട്ടും ഒക്കെ പിണറായി വിജയനെ ചീത്ത കുറച്ച് മുന്നോട്ട് പോയി. പക്ഷേ എന്ത് ചെയ്യാനാണ്, സീറ്റിൻ്റെ ചർച്ച വരുന്ന സമയത്ത് മൂപ്പർക്ക് സീറ്റ് കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല സുഹൃത്തുക്കളെ. അങ്ങനെയാണ് ഗൈസ് മൂപ്പര് സീറ്റ് കിട്ടൂല എന്ന് ഉറപ്പിച്ചപ്പോഴാണ് മൂപ്പര് മെല്ലെ NDAയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചത്. BJPയുടെ പിന്തുണയോടുകൂടിയുള്ള മുന്നേറ്റമാണ് മൂപ്പരുടെ ആഗ്രഹം. പക്ഷേ BJPക്കാരനാകാൻ മൂപ്പർക്ക് ചില വൈക്ലഭ്യം ഉണ്ടായി. എന്ന് വെച്ചാൽ മതേതരത്വത്തിൻ്റെ പ്രശ്നമുണ്ട്. അത് മൂപ്പര് കൃത്യമായി പറയുന്നുണ്ട്. BJPയിൽ ചേരാൻ എനിക്ക് മതേതരത്വത്തെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അത് പറ്റില്ലെന്ന് മൂപ്പര് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു മതേതര മൂല്യത്തോടു കൂടി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ 2020ലേക്ക് പോകുന്നത് തന്നെ. കാര്യം എനിക്ക് ഇപ്പം BJPയുടെ വികസന രാഷ്ട്രീയത്തോട് ഞാൻ ഭയങ്കര യോജിപ്പാണ്. പക്ഷേ BJPയുടെ ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്ന വർഗീയതയ്ക്ക് ഒരിക്കലും ഞാൻ കൂട്ടുപിടിക്കത്തില്ല. അതിനെ ഞാൻ പിന്തുണ സംസാരിക്കുന്നതുമില്ല. എന്നിട്ട് എന്താ ചെയ്തത്? ആ BJPയോടുള്ള ഈ പ്രശ്നം കാരണം മൂപ്പര് BJPയുടെ സഖ്യകക്ഷിയായ 2020യിൽ ചേർന്നു. അവിടെയാകുമ്പോൾ BJPക്കാരുടെ വോട്ട് കൃത്യമായി കിട്ടും, എൻ്റെ മതേതരത്വം സംരക്ഷിക്കും, BJPയുടെ മറ്റ് സഹായങ്ങളൊക്കെ അവരുടെ അധികാര സ്ഥാനങ്ങളിലൊക്കെ എത്തിപ്പെടാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഞാൻ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആളായി നിൽക്കുമല്ലോ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് മൂപ്പര് 2020യിൽ പോയത്. അങ്ങനെ 2020യിൽ പോയിട്ട് കൊട്ടാരക്കരയിൽ
BJPയുടെ സ്ഥാനാർത്ഥിയാകാമെന്ന് വെച്ചിട്ടാണ് മൂപ്പര് 2020 ചേർന്നത്. അങ്ങനെ രാജീവ് ചന്ദ്രശേഖരോട് വരെ സങ്കടം പറഞ്ഞു, നിങ്ങളെ വർഗീയവാദം എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ 2020 ഇഷ്ടമാണ്, എന്നിട്ട് നിങ്ങൾ എനിക്കെന്താ സീറ്റ് തരാത്തെന്ന് പറഞ്ഞ് മൂപ്പര് ചന്ദ്രശേഖരോട് കാര്യം ചോദിച്ച കാര്യം മൂപ്പര് ലോകത്തോട് തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരനെ അതിനുശേഷം ഞാൻ നേരിട്ട് കാണുന്നു. അതായത് അദ്ദേഹം എറണാകുളത്ത് വരുന്ന സമയത്ത് അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ഞാൻ മറന്നുപോയി എന്നാണ്. അതായത് ഒരാളെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് കൊണ്ടുവന്ന് സീറ്റ് കൊടുത്തു എന്ന കാര്യം അദ്ദേഹം മറന്നുപോയി എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ വിചാരിച്ചു അഖിൽ പത്തനാപുരത്താണെന്നൊക്കെയാണ് ഞാൻ കരുതിയതെന്ന് ഇങ്ങനെ പറയുന്നു. ഞാൻ പറഞ്ഞു, സാറേ ഇതാണ് അവസ്ഥ, എൻ്റെ സാഹചര്യം ഇതാണ്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം, ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ പരിഹരിക്കാം. അന്ന് അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രതീഷ് വിശ്വനാഥ് ഉണ്ടായിരുന്നു. പ്രതീഷ് വിശ്വനാഥിനോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾ എന്നെ കൊണ്ട് കുഴി ചാടിക്കരുത്, എൻ്റെ ജീവിതം നിങ്ങൾ ഇല്ലാതാക്കരുത്, ഇല്ല അഖിലിന് മാന്യമായ അക്കോമഡേഷൻ നമ്മൾ സെറ്റ് ചെയ്ത് തരാം. അങ്ങനെ ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് RSSൻ്റെ മുതിർന്ന നേതാക്കന്മാരെ ഞാൻ കണ്ടിട്ട് എൻ്റെ വിഷമങ്ങൾ ഞാൻ അവരോട് പറയുന്നു. അവസാനം മൂപ്പർക്ക് നമ്മുടെ സാബു ജേക്കബ് എന്ത് ചെയ്തു വെച്ചാൽ, നിങ്ങൾ ഭയങ്കരനാണ്, നിങ്ങൾ നമ്മൾ 2020യുടെ മഹാനായ നേതാവാക്കും, പിന്നെ വികസന രാഷ്ട്രീയം ഉണ്ടാക്കും, മതേതരത്വത്തിൻ്റെ പാപക്കറയൊന്നും ഇല്ലാണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് നേരെ മൂപ്പരെയും കൊണ്ട് തൃക്കാക്കരയിലേക്ക് പോയി. അവിടെ മൂപ്പരെ സ്ഥാനാർത്ഥിയും ആക്കി. എന്നിട്ട് സ്ഥാനാർത്ഥിയാക്കിയിട്ട് എന്ത് ചെയ്തത്, അവിടെ ഉള്ള വോട്ട് പോലും കിട്ടാണ്ട് അഖിൽ മാരാർ കട്ടപ്പൊഹയായി തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് മാത്രമല്ല അവിടെ നിലവിൽ വോട്ടും കിട്ടിയില്ല. അങ്ങനെ മതേതരനായി നിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് BJPയുടെ മതേതര പാപങ്ങളൊന്നും ഏറ്റുവാങ്ങാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് 2020 ചേർന്ന് BJPയുടെ വോട്ട് അടിച്ച് അങ്ങനെ ജയിക്കാമെന്ന് വിചാരിച്ച ആ സ്വപ്നവും തകർന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ തുടർച്ചയായിട്ട് ആ ദുരന്ത നാടകം നിങ്ങൾ കണ്ടതാണ്. എന്നിട്ടോ അതിനുശേഷം മൂപ്പർ എന്ത് ചെയ്യുമെന്ന് നമ്മളൊക്കെ ഉറ്റുനോക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ചങ്ങാതി വന്നിട്ട് പറയുന്നത്. അതിൻ്റെ ഇടയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് രമേശ് പിഷാരടിയായിട്ട് അടിയാവുന്നതും തെരഞ്ഞെടുപ്പിലെ വെല്ലുവിളിയും ഭാവിയിൽ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതകളൊക്കെ ചർച്ച വരുന്നുണ്ട് കേട്ടോ. ജയിച്ചാൽ BJP ഭരിച്ചു കഴിഞ്ഞാൽ ഭരണത്തിലെത്തിയാൽ മന്ത്രി വരെയാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. BJPക്കാരനായിട്ടല്ല, 2020കാരനായിട്ട്. BJPക്കാരനാവില്ലല്ലോ, മൂപ്പര് കാരണം മതേതരത്വത്തിൻ്റെ ആളാണല്ലോ. അങ്ങനെ രമേശ് പിഷാരടി 2020 ചേർന്ന് അവിടെ മത്സരിച്ച് തോറ്റ ദയനീയമായ സാഹചര്യം കഴിഞ്ഞു. അതിൻ്റെ ഇടയിലാണ് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരുന്നത്, എവിടെ അഖിൽ മാരാർ, എവിടെ അഖിൽ മാരാർ, എവിടെ അഖിൽ മാരാർ എന്ന്. അപ്പോഴാണ് അഖിൽ മാരാർ വിചാരിച്ചത്, എൻ്റെ കട്ടപ്പുകയാലും ഇങ്ങോട്ട് പോയിട്ട് ആൾക്കാർ മൈൻഡ് ചെയ്യുന്നില്ല. ഫോളോവേഴ്സിന് നോക്കി മൂപ്പര് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കയറിയിട്ട് അവിടെ 70,000 ഫോളോവേഴ്സ് ഈ മൂപ്പര് ഉപേക്ഷിച്ച് പോയി. കാരണം 2020 ആയതൊരു ഭാഗ്യം കേട്ടോ. BJP ആവാണ്ടിരുന്നാൽ, BJP ആയിരുന്നെങ്കിലോ ഇതിൻ്റെ ഇരട്ടിപ്പോയനെന്ന് പേളി വാണിൻ്റെ ഒക്കെ അനുഭവം മൂപ്പർക്ക് അറിയാലോ. എന്തായാലും ഇതിപ്പം BJP സമ്പർക്കത്തിൽ 70,000 ഫോളോവേഴ്സേ പോയിട്ടുള്ളൂ എന്ന് ആശ്വസിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മൂപ്പർ വിചാരിച്ചത് ഇനി മറ്റു ചില പ്രതീക്ഷകൾ കൂടി മൂപ്പർക്കുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2020 കൂടെ വെക്കുമ്പോൾ കേന്ദ്രം BJP ഭരിക്കാണല്ലോ. BJPൻ്റെ വർഗീയത ഇഷ്ടമല്ലെങ്കിലും മൂപ്പർക്ക് BJPയുടെ സ്ഥാനമാനങ്ങൾ മൂപ്പർക്ക് ഇഷ്ടമാണ് എന്നാണ് 2020കാർ പറയുന്നത്. അങ്ങനെ 2020കാർ മൂപ്പര് ഈ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് അനുവദിച്ച് കിട്ടേണ്ട സ്ഥാനമാനങ്ങൾ, ബോർഡോ കോർപ്പറേഷനോ എനിക്ക് എന്തെങ്കിലും മേടിച്ചതാ എന്ന് പറയുന്ന അഖിൽ മാരാർ 2020യുടെ നേതാക്കളോട് പറയുന്ന ആ കോളുണ്ട്, ടെലിഫോൺ കോള് തന്നെ പുറത്തു വിട്ടു. എന്തൊക്കെ അതായത് കേട്ടോക്ക്. രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നമ്മൾ തുടരണമെങ്കിൽ കൃത്യമായ അക്കോമഡേഷൻ ഉണ്ടാവണം. ഇത് ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുന്നതാണ്. അതായത് അത് സാമ്പത്തികമായിട്ടാണെങ്കിലും അക്കോമഡേഷൻ, കാരണം നമുക്ക് ജീവിക്കണം. ഞാൻ ആ രീതിയിൽ ജീവിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ലൈഫ് കൊണ്ടിട്ട് ഞാൻ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നാഷണലിസ്റ്റ് പാർട്ടിയാണ്, BJP എന്ന് പറയുന്നത് നാഷണലിസ്റ്റ് പാർട്ടിയാണ്. ഇന്ത്യയിൽ എവിടെ ചെന്നാലും അതിൻ്റെ റെസ്പെക്റ്റും അതിൻ്റെ ഒരു വാല്യൂ നമുക്കുണ്ടാവും. ഇതിൽ നമുക്കതില്ല. പിന്നെ അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബോർഡോ സെൻട്രലിൻ്റെ ഏതെങ്കിലും ബോർഡോ കാര്യങ്ങളോ നമുക്ക് വേണ്ടി അത് ചോദിച്ചു വാങ്ങണം. കാരണം നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ഈ തീരുമാനം യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഈ തീരുമാനം എടുക്കാനുള്ള കാരണം കൊട്ടാരക്കര സീറ്റ് എന്നുള്ളത് മാത്രമായിരുന്നു. പാവം അഖിൽ മാരാർ ഇതൊക്കെ പുറത്തു വിട്ടിട്ട് നാറ്റിക്കാനാണ് 2020കാർ മനസ്സിൽ വെച്ചിരുന്നത്. എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. അഖിൽ മാരാർ ഉടനെ തന്നെ നാട്ടുകാരോട് പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, 2020 ഇവർ ഭയങ്കര ചതിയന്മാരാണ്, എനിക്ക് എന്തെല്ലോ തരാമെന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ സ്ഥാനാർത്ഥി ആക്കി, അവസാനം എന്നെ മോഹിപ്പിച്ചില്ലാതാക്കി, എൻ്റെ ജീവിതം കട്ടപ്പോഹയാണ്, ഞാൻ എൻ്റെ കാറ് വിറ്റ് ഇലക്ട്രിക് കാറ് വാങ്ങിച്ച് സ്കൂട്ടറൊക്കെ കട്ടപ്പോഹയാണ്, ആകെപ്പാടെ മൊത്തത്തിൽ പരിപാടികളൊക്കെ പോയി, ഏതൊക്കെയോ പരിപാടികളൊക്കെ നഷ്ടപ്പെട്ടു, ബുക്ക് ചെയ്ത പരിപാടി പോയി എന്നൊക്കെ പറഞ്ഞ് ആകെപ്പാടെ നിലവിളിയാണ് അഖിൽ മാരാർ നടത്തിയത്. 2020കാർ ഈ സ്ഥാനം ചോദിച്ചുകൊണ്ടുള്ള ഓഡിയോ പുറത്തുവിട്ട ഉടനെ അഖിൽ മാരാറും ചില ഓഡിയോകൾ പുറത്തുവിട്ടു. ഞാൻ 2020യുമായിട്ട് സംസാരിക്കുന്നതാണ്, ഇതാണ് സത്യം എന്ന് പറഞ്ഞ ചില ഓഡിയോകൾ കൂടി പുറത്തുവിട്ടു. ഇത് ഞാൻ എന്ന് പറയുന്ന ഒരാൾ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നേരിട്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരൊറ്റ തീരുമാനത്തെ തുടർന്നാണ്. അതുവരെ എനിക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നു, ആൾക്കാർക്കിടയിൽ ഒരു ഇഷ്ടമുണ്ടായിരുന്നു, വിശ്വാസ്യത ഉണ്ടായിരുന്നു, കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനാണെന്നൊരു ഇമേജ് ഉണ്ടായിരുന്നു. എല്ലാ ആൾക്കാരും, ഞാൻ ഇന്നിതിപ്പം ഈ മെസ്സേജ് അയക്കാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇന്നത്തതും കൂടെ ചേർത്തിട്ട് 4ാമത്തെ ഒരു പ്രോഗ്രാമാണ് എനിക്ക് നഷ്ടപ്പെടുന്നത്.
ഈ NDA ചേർന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് പലതും വിളിച്ച് കമ്മിറ്റ് ചെയ്ത് ഈവൻ അഡ്വാൻസ് എന്ന പരിപാടികൾ ക്യാൻസലായിപ്പോയി. നിലവിലെ അവസ്ഥയിൽ 2020 ചെയ്ത ചതികളെക്കുറിച്ച് മൂപ്പർ നിരന്തരം ഖണ്ഡമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒഴിവായി പോയ ആൾക്കാർ ഫോളോവേഴ്സ് എങ്കിലും തിരിച്ചു വരുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് മൂപ്പുള്ളത്. കിട്ടുമെന്ന് വിചാരിച്ചതെല്ലാം പോയി. ഇനിയിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത രാഷ്ട്രീയത്തിൻ്റെ ഈ വിശ്വാസ്യതയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തൊക്കെ പോയി. മൂപ്പർക്ക് BJPയിലാണെങ്കിൽ അവിടെ അടുപ്പിക്കില്ല. കാരണം BJPക്കാർ മതേതര വർഗീയവാദികളാണ്. അതുകൊണ്ട് അവരുടെ വർഗീയവാദത്തോട് എത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇപ്പുറത്ത് നിന്നതെന്നാണ് മൂപ്പര് പറയുന്നത്. എന്തായാലും മൂപ്പരുടെ ഈ ദുരന്ത പര്യവസായിയായ തെരഞ്ഞെടുപ്പ് നാടകത്തിൻ്റെ ഒടുവിൽ എത്തി നിൽക്കുന്ന അവസ്ഥ ദയനീയമാണ്. ഇതിനെ മറികടക്കുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളതിന് കാത്തിരുന്ന് തന്നെ കാണണം. അഖിൽമാരാരെ ചതിച്ച 2020യോട് കാലം കണക്ക് ചോദിക്കും. അഖിൽമാരാർക്ക് കാലം തിരിച്ചു നൽകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിട. നന്ദി, നമസ്കാരം.